ഹായ് ഗൈസ്, ലെഡ്ഗർ 54ന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് 500 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടി ഇപ്പോ നിരത്തിൽ ഇറങ്ങുന്നില്ല, ഇപ്പോ ഡിസ്കണ്ടിന്യൂ ചെയ്തൊരു വണ്ടിയാണ്. ഇതിപ്പോ ആൾക്കാർ അന്വേഷിച്ച് ഇപ്പൊ ഇതിന്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ ഈ വണ്ടിയുടെ അവസ്ഥ. ഈ വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്, EFI ആണ്. അതാണ് ഈ വണ്ടിനെ കുറച്ചും കൂടി വ്യത്യസ്തമാക്കുന്നത്. ഇത് 2016 മോഡലാണ് ഈ വണ്ടി വരുന്നത്. നിങ്ങൾ ഇത് കേട്ടാ ഞെട്ടും. ഇതിന്റെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ആകെ ഇത് ഓടിയിരിക്കുന്നത് 6000 സംതിങ് കിലോമീറ്റർ ആണ്. ഞാൻ വെറുതെ പറയല്ല, കണ്ടില്ലേ, 6390 ആകെ ഈ വണ്ടി ഓടിയിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോ ഒരു ഗൾഫ് ഓണറുടെ വണ്ടിയാണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എമ്മാതിരി ക്ലീൻ നീറ്റ് കണ്ടീഷനിലാണ് വണ്ടി ഇരിക്കുന്നത്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹൈവേ ക്രൂസിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരൊറ്റ മൈൻഡിൽ ലഡാക്ക് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ലോങ് റൂട്ട് പെട്ടെന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്, ഒരു ഏകദേശം ഒരു 500 കിലോമീറ്റർ 1000 കിലോമീറ്റർ ഒറ്റ മൈൻഡിൽ നിർത്താതെ പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ ക്ലാസിക് 500. ഇത് പറഞ്ഞാൽ ഹൈവേ ക്രൂസിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു വണ്ടിയാണ്. നല്ല വെയിറ്റും നല്ല ടോർക്കായിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതുകൊണ്ട് മടുപ്പ് കൂടാതെ നമുക്ക് ലോ എൻഡിൽ ഹൈ ടോർക്കോട് കൂടി ഞങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിൽ പോവാം. അതിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന് കുറേ ഫ്ലോസ് ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറേ പ്രോബ്ലംസ് ഉണ്ട് പുതിയ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ. സാധാരണക്കാരൻ ഇപ്പോൾ ഈ വണ്ടി മേടിക്കാനെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഈ വണ്ടി പെട്രോൾ അടിച്ച് കൊണ്ടെടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കിത് ഈ വണ്ടി എടുക്കാം. വേറെയുള്ള വലിയ പണികളൊന്നും ഇതിൽ വരില്ല. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സാധാ ബുള്ളറ്റൊക്കെ ഓടിക്കുന്ന പോലെ 80, 100, 120 നമ്മൾ മുട്ടിച്ച് നമ്മൾ ഓടിക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ക്രാങ്കിന് തന്നെയാവും ആദ്യം പണി വരിക. അതെന്തായാലും ശ്രദ്ധിക്കണം. ഒരു 40 to 60 മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നിങ്ങളൊരു ഹൈവേ ക്രൂസിങ് നടത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ലോങ് ലാസ്റ്റ് ചെയ്യും. എത്ര കൊല്ലം വേണമെങ്കിലും ഈ വണ്ടി നിൽക്കും. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഭയങ്കര ടോർക്കായിട്ടുള്ള എഞ്ചിനാണ്. സാധാ ക്ലാസിക് 350 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. മെയിനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ കോൺസാണ്. പറയാനുള്ള മെയിൻ എന്താ വെച്ചാൽ ഇതിൻ്റെ ഹീറ്റിങ് പറയാതിരിക്കാൻ വയ്യ. നല്ല ഹീറ്റിംഗ് ആണ് വണ്ടിക്കുള്ളത്. ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി തിളച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ട്രൗസർ ഇട്ടാൽ പോകണമെന്ന് വെച്ചെങ്കിൽ പിന്നെ പറയുന്നത് വേണ്ട, മൊത്തം പൊള്ളി ആകെ തീരുമാനമാവും. ഇതിൻ്റെ ഡിമാൻഡ് കുറയാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഇതൊരു ഹൈ CCയിൽ ഹൈ ടോർക്ക് എഞ്ചിനായതുകൊണ്ടാണ് ആൾക്കാർക്ക് പൊതുവെ ഇഷ്ടമില്ലാത്തത്. പവർ കുറവും ടോർക്ക് കൂടുതലും. ഇത് മെയിൻലി ക്രൂയിസിങ് ടൈപ്പായ വണ്ടിയായതുകൊണ്ട് ആൾക്കാർക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ ഒരു 60 to 80 മെയിൻറ്റെയിൻ ചെയ്ത് പോണ വണ്ടിയാണ് വെച്ചെങ്കിൽ ഈ വക കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു 100, 120 പറയുമ്പോൾ ഇതിൻ്റെ ക്രാങ്കിന് ഇഷ്യൂ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ചെറിയ ശബ്ദങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ ഇഷ്യൂ അല്ല, അത് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആകെ 4 സർവീസായി വണ്ടിയുടെ 9 കൊല്ലമായിട്ടും ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം തന്നെ നമ്മളെ ഓണർ പറഞ്ഞത് എന്താ വെച്ചാൽ ആകെ ഈ ചെയിൻ്റെ ഇടയിൽ ഒരു ക്ലോത്ത് കുടുങ്ങിയിട്ട് ആകെ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു ഷാഫ്റ്റ് മാറിയിട്ടുണ്ട് എന്നാണ് ആൾ പറഞ്ഞത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ സസ്പെൻഷൻ്റെ ഇവിടെ ഒരു ബുഷ് പോയത് മാത്രമുള്ളൊരു കംപ്ലൈൻറ്റാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ കേബിൾ ഒന്ന് മാറേണ്ടി വന്നു. 9 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആകെ മറിയിക്കുന്ന ഒരു കേബിളാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. വണ്ടി നീറ്റാണ്. പിന്നെ ബുള്ളറ്റിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ തുരുമ്പാണ്. ഈ തുരുമ്പ് പെട്ടെന്ന് എല്ലായിടത്തും കയറി പിടിക്കും. പക്ഷെ ഞാൻ കണ്ടിടത്തോളം 9 കൊല്ലത്തിന്റെ ഒരു തുരുമ്പൊന്നും എനിക്ക് വണ്ടിയിൽ കണ്ടിട്ട് കാണാനില്ല. കാരണം ഇതിന്റെ പെയിന്റിങ് പോലും ഇതുവരെയായിട്ടും പോയിട്ടില്ല. അത്രയും വൃത്തിക്കാണ് വണ്ടി ഇരിക്കുന്നത്. ആകെ വന്നിരിക്കുന്ന ഈ ചെറിയ ഭാഗത്തുള്ള പെയിന്റും കാര്യങ്ങളൊക്കെയാണ്. തുരുമ്പ് ഒക്കെ ചെറിയ ഭാഗത്തായിട്ട് പിടിച്ചിട്ടുണ്ട്. ഓവറോൾ ഗുഡ് റൈഡ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ അടിപൊളി കണ്ടൻസ് ആയിട്ട് വരണമെങ്കിൽ ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.